ഹായ് ഓൾ. അപ്പോൾ അടുത്ത പാർട്ടാണ് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് ഇവാലുവേഷൻ ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഓർ ഇവാലുവേഷൻ ഇൻ്റഗ്രൽ ഓഫ് ഫോം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇത് ചിലപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലാതെ വേറെയും ഫോമിൽ ചിലപ്പം വരാം. അവിടെയും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ 0 ടു ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻ വരാം. 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ എഫ് ഓഫ് എക്സ് എപ്പോഴും എങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും? ഈവൻ ഫംഗ്ഷനെ നിങ്ങൾക്ക് തരുമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് 2 ടൈംസ് എന്താക്കാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ കൂടി ജസ്റ്റ് ഓർമ്മിക്കുക. അപ്പോൾ അതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാനാണ് ഞാൻ മെത്തേഡ് പറയുന്നതെങ്കിൽ കൂടി ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈസ് ഈവൺ, ആ കേസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷേ കണ്ടുപിടിക്കുന്നതിൻ്റെ 1/2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം വരും. 2 ടൈംസ് ആണ് നമുക്ക് ഇവിടെ വരിക. അത് ഇപ്പുറം വരുമ്പോൾ എന്താവും? 1/2, 2 ഇൻറ്റു അല്ല 1/2 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോമിലേക്ക് മാറ്റാം. അതുപോലെ എന്തും വരും? മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് ഈസ് എ ഈവൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. നമ്മൾ പഠിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ എഫ് ഓഫ് എക്സ് ഈവൺ ആവുന്ന കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും തരാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറയാം. അന്നേരം കൺഫ്യൂഷൻ ആവരുത്. ഞാനിത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയല്ലേ മാത്രമേ പഠിച്ചിട്ടു, ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഞാൻ അത് വെച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്, നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പോലെ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആകെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ പോയിന്റ്സ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക. നമ്മുടെ 2i എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും, 1 + 2i എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും, ഇതൊക്കെ കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായി. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവാലുവേഷൻ ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഫോം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് നോക്കാം. ഡയറക്റ്റ് ആണ്, സിമ്പിളായി സ്റ്റെപ്പ് വൈസ് തന്നെ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 1, ഫസ്റ്റ് ചെയ്യേണ്ടത് ആ എഫ് ഓഫ് എക്സിന് പകരം ജസ്റ്റ് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? സെഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് കിട്ടും. ഓക്കെ, എഫ് ഓഫ് സെഡ് കിട്ടി. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ത് ഫോമിലേക്ക് മാറി? ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഡി എക്സിന് പകരം എന്തായിട്ട് മാറും? ഡി സെഡ് ആവും. ഈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി വന്നാൽ കോംപ്ലക്സിൽ വലിയ മീനിങ്ങും നമുക്ക് ഇവിടെ ഇൻ്റഗ്രൽ പ്രകാരം പറ്റൂല. നമ്മൾ കോഷി റെസിഡ്യൂ തിയറം പ്രകാരം നമുക്ക് ആ ഒരു ഇവാലുവേഷൻ പറ്റൂല. സോ അവിടെയാണ് നമ്മൾ ഇനി അടുത്ത ഒരു കണ്ടീഷൻ വരാൻ പോകുന്നത്. CRT തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ വേറൊരു രീതിയിലാണെന്ന് മാത്രം. എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കുക. ആ സിംഗുലാരിറ്റീസ് 3 പോസിബിലിറ്റീസ് ആണ് വരിക. നമ്മുടെ എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 3 പോസിബിലിറ്റി? നമുക്ക് 3 പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയാം. ഒന്നിക്കിൽ 1 എന്ന് പറയുന്ന പോലത്തെ റിയൽ നമ്പർ വരാം, 1, 2, 3 എന്നൊക്കെ പറയുന്ന റിയൽ നമ്പർ വരാം. അല്ലെങ്കിൽ 3+i, അല്ലെങ്കിൽ 2+i, അല്ലെങ്കിൽ 4+3i എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് വരാം. അല്ലെങ്കിൽ -i, -2i പോലെയുള്ള പോയിന്റ്സ് വരാം. ഓക്കെ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് ഒന്നിക്കിൽ നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സിംഗുലർ പോയിന്റ് ഓൺ റിയൽ ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസിന്റെ മുകളിൽ ഈ 1, 2 എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് പോലെ വരാം. അല്ലെങ്കിൽ നമ്മളെ അപ്പർ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസിന്റെ മുകളിലായിട്ട് സിംഗുലാരിറ്റീസ് മാർക്ക് ചെയ്യാൻ ഉണ്ടാവാം. ഇവിടെ 3+i, 2+i ഒക്കെ പറഞ്ഞത് മാതിരി. അല്ലെങ്കിൽ എവിടെ ഉണ്ടാവാം? -i, -2i എന്ന് പറയുന്ന പോലെ ലോവർ ഹാഫിൽ ഉണ്ടാവാം. അപ്പം 3 രീതിയിൽ എഫ് ഓഫ് സെഡിന്റെ സിംഗുലാരിറ്റീസ് വരാം. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഏതൊരു ഫംഗ്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും കോംപ്ലക്സ് പ്ലെയിനിൽ ഈ 3 ഭാഗത്തിൽ എവിടെയെങ്കിലും ആയിട്ടുള്ള വരിക. ഒന്നിക്ക് റിയൽ ലൈനിലായിരിക്കാം, അല്ലെങ്കിൽ റിയൽ ലൈനിന്റെ മുകളിലായിരിക്കാം, അതിന് നമ്മൾ വിളിക്കുന്നതാണെന്ത്? അപ്പർ ഹാഫ്. അല്ലെങ്കിൽ റിയൽ ലൈനിന്റെ താഴെയായിരിക്കാം, അതിന് നമ്മൾ വിളിക്കുന്നതാണെന്ത്? ലോവർ ഹാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പം എഫ് ഓഫ് സെഡിന്റെ ലോവർ ഹാഫിലുള്ള സിംഗുലാരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കൂല. നമുക്ക് എന്ത് വേണ്ട?
ലോവർ ഹാഫിലുള്ള സിംഗുലാരിറ്റി, സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറയുന്ന സിംഗുലർ പോയിന്റ് ആണെങ്കിൽ മൈനസ് ഐ എന്ന് പറയുന്ന പോയിന്റിന് നമുക്ക് എന്തില്ല, ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, നോ, നമ്മളത് പരിഗണിക്കില്ല. നമുക്ക് എന്തേ വേണ്ടു, അപ്പർ ഹാഫിലെ സിംഗുലാരിറ്റീസ് ഓഫ് എഫ് ഓഫ് സെഡും അതുപോലെ ഓൺ ദി റിയൽ ലൈനും, റിയൽ ആക്സിസിന്റെ മുകളിലുള്ള ഇമാജിനറി പാർട്ട് ഇല്ലാത്ത റൂട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രമേ നമുക്ക് എന്ത് വേണ്ടൂ, നമുക്ക് സിംഗുലർ പോയിന്റ് ആവശ്യമുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് അപ്പം അത് ആദ്യം ഫോക്കസ് ചെയ്യാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നു കഴിഞ്ഞാൽ രണ്ട് സിംഗുലാരിറ്റീസ് മാത്രമേ നമ്മൾ പരിഗണിക്കൂ. ഒന്ന് അപ്പർ ഹാഫിൽ വരുന്ന സിംഗുലാരിറ്റി, അതുപോലെ റിയൽ ലൈനിന്റെ മുകളിലുള്ള സിംഗുലാരിറ്റി. ലോവർ ഹാഫിലുള്ള സിംഗുലാരിറ്റി നമ്മൾ പരിഗണിക്കേയില്ല. അപ്പൊ ഇവിടെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രമേ നോക്കണ്ടൂ. അപ്പർ ഹാഫിലാണോ അതോ റിയൽ ലൈനിലാണോ അല്ലെങ്കിൽ ലോവർ ഹാഫിലാണോ. ലോവർ ഹാഫിലാണെങ്കിൽ പരിഗണിക്കണ്ട, അപ്പർ ഹാഫിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് ദി സിംഗുലാരിറ്റീസ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ പ്ലസ് പൈ ഐ ഇൻറ്റു 2πi അല്ല pi I into sum of residues of f of z at the singularities on the real axis, means നമ്മുടെ x axis. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. 2πi into sum of residues of f of z in the singularities which lie inside in the upper half plane plus pi I, not 2πi, pi I into sum of residues of f of z at the singularities on the real axis. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പരിഗണിക്കുന്നില്ല, ലോവർ ഹാഫ് നോക്കുന്നില്ലല്ലോ. അപ്പോൾ അപ്പർ ഹാഫിലുള്ള സിംഗുലാരിറ്റിയിൽ റെസിഡ്യൂ കണ്ടുപിടിക്കുക, ലോവർ ഹാഫിലുള്ള സിംഗുലാരിറ്റീസ് റെസിഡ്യൂ കണ്ടുപിടിക്കുക. അപ്പർ ഹാഫിലത് കണ്ടുപിടിച്ചിട്ട് എല്ലാം സം ചെയ്തിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ലോവർ ഹാഫിലെല്ലാം സം ചെയ്തിട്ട് pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Integral minus infinity to infinity x square divided by x square plus 1 into x square plus 4. ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫംഗ്ഷന് ഇത് ഏത് ഫോമാണ്, എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ആ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, സെഡ് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡിന് പകരം എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് വരും, എക്സിൻ്റെ അടുത്ത് ജസ്റ്റ് സെഡ് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം സെഡ് സ്ക്വയർ, ഇതിന് പകരം സെഡ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാമല്ലോ. സിംഗുലാരിറ്റീസ് എന്താ വരിക, ഡിനോമിനേറ്റർ 0 ആവുന്ന വാല്യൂ, അതായത് ഈ പ്രോഡക്റ്റ് 0 ആവുന്ന വാല്യൂ. പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഒന്നിക്കിൽ സെഡ് സ്ക്വയർ പ്ലസ് 1 0 ആവണം, അല്ലെങ്കിൽ സെഡ് സ്ക്വയർ പ്ലസ് 4 0 ആവണം. സെഡ് സ്ക്വയർ പ്ലസ് 1 0 ആവണമെങ്കിൽ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, -1. നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ആണ്. ഇനി ഇവിടെ പ്ലസ് 1 ഒരു ഐ കൊടുക്കുക, അത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. സോ ഇവിടെ z സ്ക്വയർ ഈക്വൽ ടു -1, സോ z ഈക്വൽ ടു റൂട്ട് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -1. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ ഐ ആണ്, സോ പ്ലസ് ഓർ മൈനസ് ഐ. ഇനി z സ്ക്വയർ പ്ലസ് 4, അതെന്ത് പറഞ്ഞാൽ എന്താ, z സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇത് ഓർമ്മിച്ചാൽ മതി. z സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ അല്ല എ ഐ ആണ്. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പറയുന്നത് എന്താ, 2 ആണ്. സോ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. അപ്പോൾ 4 പോയിന്റ് ഏതൊക്കെയാണ് പോയിന്റ്, z ഈക്വൽ ടു i, z ഈക്വൽ ടു മൈനസ് i, z ഈക്വൽ ടു 2i, z ഈക്വൽ ടു മൈനസ് 2i. 4 സിംഗുലർ പോയിന്റ് ഉണ്ട്. എപ്പോഴും നമുക്ക് കിട്ടിയത് ശരിയാണോ എങ്ങനെ നോക്കുക. ഇവിടുത്തെ പവർ എത്രയാണ്, z സ്ക്വയർ z പവർ 4. അപ്പം 4 റൂട്ട് ഉണ്ടാവും. അപ്പം 4 വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെയാണ്. ദെൻ ഇതിൽ ഏതൊക്കെ അപ്പർ ഹാഫ് ഏതൊക്കെ ലോവർ ഹാഫ് നോക്കാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. z ഈക്വൽ ടു i ഇവിടെ ഇതാ, z ഈക്വൽ ടു മൈനസ് ഐ ഇവിടെ വരും, z ഈക്വൽ ടു 2i ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ, z ഈക്വൽ ടു മൈനസ് 2i എന്ന് പറയുന്ന ഈ വാല്യൂ. ഓക്കെ, ഇനി നോക്ക്, ഇതിൽ അപ്പർ ഹാഫിൽ ഈ റിയൽ ലൈനിൽ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ, റിയൽ ലൈനിലില്ല. കാരണം എന്തായാലും ഇമാജിനറി വാല്യൂ വരുന്നുണ്ട്. ഐയുടെ ടേം ഉണ്ടാകുമ്പം റിയൽ ലൈനിൽ എന്തായാലും ഉണ്ടാവില്ല. സോ റിയൽ ലൈനിലില്ല. എവിടെ മാത്രമേ ഉള്ളൂ, അപ്പർ ഹാഫിൽ മാത്രമുണ്ട്, അതുപോലെ ലോവർ ഹാഫിലും ഉണ്ട്. ഇത് പരിഗണിക്കേണ്ട. അപ്പോൾ അപ്പർ ഹാഫിൽ വരുന്ന 2 വാല്യൂസ് ഏതൊക്കെയാണ്, ഐയും 2iയും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സിംഗുലാരിറ്റീസ് ഓഫ് എഫ് ഓഫ് സെഡ് ആർ പ്ലസ് ഓർ മൈനസ് ഐ ആൻഡ് പ്ലസ് ഓർ മൈനസ് 2i. ഹിയർ z ഈക്വൽ ടു i ആൻഡ് z ഈക്വൽ ടു 2i ലൈ ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. എവിടെയുള്ളത്, മുകളിലാണുള്ളത്, അപ്പർ ഹാഫ് പ്ലെയിനിലാണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ
singularities of f of z are in the upper half plane. So upper half plane വരുന്ന രണ്ട് വാല്യൂസേ ഉള്ളൂ, z equal to I യും z equal to 2i യും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ തിയറി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്ക്, ആ റിസൾട്ട് ഒന്ന് നോക്കി നോക്കിയേ. എന്താ വേണ്ടത്? സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സിംഗുലാരിറ്റീസിൻ്റെ അപ്പർ ഹാഫ്. റെസിഡ്യൂസ് കണ്ടുപിടിക്കുക. എന്താ റിയൽ ലൈനിൽ ഇല്ലാത്തതുകൊണ്ട് അത് പരിഗണിക്കേണ്ട, അതിനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറയാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ റെസിഡ്യൂ അറ്റ് z equal to I ആദ്യം ഞാൻ കാണുന്നു. അപ്പോൾ രണ്ടും നോക്കിക്കോ, രണ്ടും എന്താണ്? സിമ്പിൾ പോൾ അല്ലേ? നോക്ക്, z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടിയത്. എന്ത്? z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് എത്രയാണ്? z സ്ക്വയർ പ്ലസ് 1 നമുക്ക് എന്തായാലും എഴുതാം z മൈനസ് ഐ ഇൻറ്റു z പ്ലസ് ഐ എന്ന് എഴുതാം. അതുപോലെ മറ്റേതോ z പ്ലസ് 2i ഇൻറ്റു z മൈനസ് 2i എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ പവർ എത്രയാ? 1 അല്ലേ? സോ ഇറ്റ്സ് എ സിമ്പിൾ പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി മനസ്സിലാക്കുക, z ഈക്വൽ ടു I ആൻഡ് z ഈക്വൽ ടു 2i ആർ സിമ്പിൾ പോൾസ്. ഓക്കെ, സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ സിമ്പിൾ പോൾ ആകുമ്പോൾ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? ലിമിറ്റ് എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു z0 z മൈനസ് z0 ഇൻറ്റു എഫ് ഓഫ് z. അപ്പോൾ എഫ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? z സ്ക്വയർ ബൈ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 4 ആണ്. നമുക്കറിയാം z സ്ക്വയർ പ്ലസ് 1ൻ്റെ ഈക്വൽ ടു 0 ആവുന്ന രണ്ട് റൂട്ട് ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അതുപോലെ ഇത് പ്ലസ് ഓർ മൈനസ് 2i ആണ്. സോ അതെനിക്ക് ഇതിനിങ്ങനെ മാറ്റി എഴുതിക്കൂടെ? z സ്ക്വയർ ബൈ z പ്ലസ് ഐ ഇൻറ്റു എന്താക്കാം? z മൈനസ് ഐ. അതുപോലെ z പ്ലസ് 2i ഇൻറ്റു എന്ത് വരും? z മൈനസ് 2i എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. സോ ലിമിറ്റ് z ടെൻസ് ടു I z മൈനസ് ഐ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ z മൈനസ് ഐ എങ്ങനെ ക്യാൻസൽ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, സോ z മൈനസ് ഐ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളതിൽ ഇവിടെ ഇപ്പം z സ്ക്വയർ പ്ലസ് 4 ഞാൻ സ്പ്ലിറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഈ I എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? z സ്ക്വയർ പ്ലസ് 1ൻ്റെ സിംഗുലാരിറ്റി ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ എന്തായാലും അത് അവിടെ ആ ഫാക്ടറുമായിട്ടാണ് ക്യാൻസലൈസേഷൻ നടക്കുക. അതുകൊണ്ടാണ് ഇതാക്കിയത്. ഇനി ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ആയിട്ട് എഴുതുന്ന ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ക്യാൻസലായി. പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്നത് ലിമിറ്റ് z ടെൻസ് ടു I z സ്ക്വയർ ഡിവൈഡ് ബൈ z പ്ലസ് ഐ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 4 അല്ലെങ്കിൽ z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i. അവിടെ z ഈക്വൽ ടു I കൊടുക്കുക. I കൊടുത്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പം z സ്ക്വയർ എന്ന് പറഞ്ഞാൽ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. ഇവിടെ I പ്ലസ് I 2i. ഇവിടെ വരുമ്പോൾ I സ്ക്വയർ -1 ആവും. സോ അവിടെയെല്ലാം വാല്യൂസ് നിങ്ങൾ കൊടുത്തു നോക്കുക. -1 പ്ലസ് 4 3 ആയിട്ട് മാറും. ആ വാല്യൂസ് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -1/6i ആണ്. -1/6i. എവിടെ? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു I കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 2i ഇതേപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? സിമ്പിൾ പോൾ ആണ്. സോ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ z ഈക്വൽ ടു 2i എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ്? എവിടുന്ന് കിട്ടിയ സിംഗുലാരിറ്റി ആണ്? z സ്ക്വയർ പ്ലസ് 4 അല്ലേ. അപ്പോൾ അതിനെ മാത്രം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്താൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഒന്നിന് മാറ്റി ചെയ്താൽ മറ്റേത് മാറ്റി ചെയ്താൽ അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിനെ അങ്ങനെ തന്നെ മാറ്റി എഴുതി വെച്ചേക്കാം, വേറൊന്നും ആലോചിക്കണ്ട. ഓക്കെ, സോ z മൈനസ് 2iയും ക്യാൻസൽ ചെയ്തു. ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 2i z സ്ക്വയർ ബൈ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2i. അപ്പോൾ അവിടെ 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2i ഹോൾ സ്ക്വയർ അതെന്തായി? 4i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ഇവിടെ 2i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4i സ്ക്വയർ -4 പ്ലസ് 1 അതായത് -3. ദെൻ 2i പ്ലസ് 2i എത്ര വരും? 4i. അപ്പോൾ നെഗറ്റീവും ക്യാൻസൽ ചെയ്തു 1/2i. അപ്പോൾ റിസൾട്ട് ഇപ്പുറം കിട്ടിയ എത്രയാണ്? 1/6i. ഓക്കെ, സോ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് കിട്ടിയത് -1/6i. സോ ആ രണ്ട് വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുക? സോ നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ -∞ to ∞ f of x dx. അതിന് പകരമുള്ളതാണ് എന്ത്? x സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു x സ്ക്വയർ പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ സിംഗുലാരിറ്റീസ് ഇൻ ദി അപ്പർ ഹാഫ്. എന്ന് വെച്ചാൽ z ഈക്വൽ ടു ഐയിലും z ഈക്വൽ ടു 2iയിലും കിട്ടിയ രണ്ട് റെസിഡ്യൂ വാല്യൂസ് സം ചെയ്യുക. എന്ത് വരും? 2πi ഇൻറ്റു
സെഡ് ഈക്വൽ ടു ഐയിൽ കിട്ടിയാണ് -1/6i, സെഡ് ഈക്വൽ ടു 2iയിൽ കിട്ടിയാണ് 1/3i. രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി രണ്ടും രണ്ട് സൈഡ് നിങ്ങളുടെ ലോജിക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6i ആയി. സോ മൈനസ് ഒരേ കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നത് 6i ആക്കാൻ വേണ്ടി 3iനെ കൊണ്ട് എന്ത് ചെയ്യുക? മുകളിൽ എന്തായാലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ π/3 എന്ന് പറയുന്ന ഫൈനൽ വാല്യൂ വരും. അതായത് 2πi ഇൻറ്റു എന്താ പറയുക, ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1/6i, iയും ക്യാൻസൽ, 2ഉം 6ഉം സിംപ്ലിഫൈ ചെയ്താൽ 3. സോ π/3. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ∞ cos x/x² + a² dx. ഇത് കാണുമ്പോൾ അപ്പം തന്നെ വിചാരിക്കരുത് അയ്യോ ഇത് -∞ to ∞ അല്ല. രണ്ട് രീതിയിലുള്ള മിസ്റ്റേക്കാണ് വരിക. ഒന്ന്, നമുക്കിത് അറിയാം, ആകെ നമുക്ക് ഇതേ ഉള്ളൂ, -∞ വെച്ച് നമ്മളങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്താൽ വരുന്നൊരു പ്രശ്നം, ഒരു 1/2ൻ്റെ പ്രശ്നം അവിടെ വരും. ഓക്കെ, അവർക്കും അവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ മനസ്സിലാക്കിയ ഒരാൾ നോക്കുമ്പം അയ്യോ ഇവിടെ -∞ അല്ല, അതുകൊണ്ട് ഈ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായത്, എന്ത് ഈ പറഞ്ഞിരിക്കുന്ന കേസിലും നമുക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. ഇന്റഗ്രൽ 0 to ∞ f(x) dx നമുക്ക് ഇപ്പം ചെയ്ത പോലെ ചെയ്യാം. എങ്ങനെ? 1/2 ഇന്റഗ്രൽ -∞ to ∞ f(x) dx എന്നാക്കാം. എപ്പോൾ? ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താവുമ്പോൾ? ഈവൺ ആവുമ്പോൾ. ഈവൺ ആവുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? f(-x) കൊടുത്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടണം? f(x) കിട്ടുമ്പോൾ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നിങ്ങൾക്ക് എന്തായാലും തരൂലേ. അഥവാ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് f ഈവൺ മറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. കാരണം എന്തായാലും ഈവൺ അല്ലാത്തൊരു ഫംഗ്ഷൻ്റെ കേസിൽ നമുക്കിത് ഈ പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്യാനും പറ്റില്ല, ഈ പ്രോബ്ലം ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. സോ നമ്മൾ ആദ്യം നോക്കുന്നു cos x ആണ്. അപ്പോൾ cos x ആണ് f(x). അപ്പോൾ cos -x ആയാൽ cos -x ഡിവൈഡ് ബൈ -x² + a². cos -x എന്ന് പറഞ്ഞാൽ എന്താ? cos x ആണ്. അപ്പോൾ -x² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x². മാറ്റുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് വരിക. അപ്പോൾ f(x - x) f(x) ആണ്. അതുകൊണ്ട് ഇതൊരു ഈവൺ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എന്താക്കിയിട്ട് എടുക്കാം? therefore ഇന്റഗ്രൽ 0 to ∞ cos x/x² + a² dx is equal to 1/2 ഇന്റഗ്രൽ -∞ to ∞ cos x ഡിവൈഡഡ് ബൈ x² + a² dx. കുഴപ്പമില്ലല്ലോ. ദെൻ ഇനി നോക്കാം. ഇനി ഇവിടെ cos x, sin x ഇങ്ങനത്തെ എല്ലാം ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പം ചില കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. f(x)ൻ്റെ ഇതൊക്കെ എടുക്കുന്ന സമയത്ത്, സിംഗുലാരിറ്റീസ് ഒക്കെ പരിഗണിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ജസ്റ്റ് ഇതൊരു എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. cos x-ന് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ആക്കാം. e⁻i⁻θ എന്ന് പറയുന്നത് എന്താ ശരിക്കും? e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് ഇതല്ലാതെയും ചെയ്യാം, പക്ഷെ വല്ലാതെ ലെങ്ത് ആയി പോകും. കാരണം ഒരുപാട് ചെയ്യാനുണ്ട്. അത് തിരിച്ച് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മെനക്കേടുണ്ട്. കാരണം cos z നമ്മൾ എന്താക്കണം? z+1/z എന്നൊക്കെ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ സിംപ്ലിഫൈ ഉണ്ട്, കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും നമ്മൾ പോകാൻ നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ മെത്തേഡിലങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേറൊരു മെത്തേഡ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ ഈ പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം ഞാനിത് സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇവിടെ e⁻i⁻θ = cos θ + i sin θ എന്ന് നമുക്കറിയാം ഡി മോവിയസ് തിയറം പ്രകാരം. ഓക്കെ, ദെൻ അപ്പോൾ നോക്ക്, ഈ e⁻i⁻ൻ്റെ റിയൽ പാർട്ടാണ് cos θ, e⁻i⁻ൻ്റെ ഇമാജിനറി പാർട്ടാണെന്ത്? sin θ. സോ നമ്മൾ cos θ ഡിഫൈൻ ചെയ്യുന്നത് റിയൽ പാർട്ട് ഓഫ് e⁻i⁻θ എന്നാണ്. റിയൽ പാർട്ട് ഓഫ് e⁻i⁻θ. അതുപോലെ sin θനെയോ? sin θ is equal to ഇമാജിനറി പാർട്ട് ഓഫ് e⁻i⁻θ. ഓക്കെ, അപ്പോൾ cos θ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് e⁻i⁻θ. അതിൻ്റെ കാരണം e⁻i⁻θ is equal to cos θ + i sin θ ആണ്. അതുകൊണ്ട്
കോസ് തീറ്റനെ നമുക്ക് റിയൽ പാർട്ട് ഓഫ് ഇ പവർ ഐ തീറ്റ ആയിട്ട് എടുക്കാം, സൈൻ തീറ്റനെ ഇമാജിനറി പാർട്ട് ഓഫ് ഇ പവർ ഐ തീറ്റ ആയിട്ട് എടുക്കാം. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അവിടെ സൈൻ തീറ്റ ഇല്ല, അപ്പോൾ സൈൻ തീറ്റ വരുന്ന പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമാജിനറി പാർട്ട് ഓഫ് ഇ പവർ ഐ തീറ്റ എന്നുള്ളത് ഇതിൻ്റെ നേരെ സീക്വലായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നു റിയൽ പാർട്ട് ഓഫ് കോസ് എക്സ് ആണ് അല്ലേ, തീറ്റേൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോസ് തീറ്റേൻ്റെ കേസിൽ പറയുമ്പം കോസ് എക്സിൻ്റെ കേസിൽ എന്താ, ഇ പവർ ഐ എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നതാണെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ, ഇ പവർ ഐ എക്സിൻ്റെ റിയൽ പാർട്ടാണ്. അപ്പോൾ റിയൽ പാർട്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് എഴുതാം, ഉള്ളിൽ എഴുതിയാലും പുറത്ത് എഴുതിയാലും ഒന്ന് തന്നെയാണ്. സോ അതിൻ്റെ പുറത്ത് ഞാൻ എഴുതുന്നു 1/2 റിയൽ പാർട്ട് ഓഫ് ആർ പി എന്ന് ഉദ്ദേശിക്കുന്നത് റിയൽ പാർട്ട് ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന ഇ പവർ ഐ എക്സ് ആണ്. അത് പക്ഷേ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വരുമ്പം എന്ത് വന്നു, 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ പവർ ഐ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ വേറെ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിയൽ പാർട്ട് കാണുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രലിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് റെസിഡ്യൂവിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തതാണ്. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫോമിൽ കിട്ടണം, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോമിൽ വരണം. അങ്ങനെ വന്ന ഫാക്ടർ ഏത് മാത്രമാണ്, ഈ ഒരു ഫാക്ടർ മാത്രമാണ്. സോ അതിനെ മാത്രം ഞാൻ മാറ്റിയെടുക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ എഫ് ഓഫ് സെഡിന് പകരം ഇ പവർ എക്സിന് പകരം സെഡ് കൊടുത്തു. അപ്പോൾ എന്ത് വരും, ഇ പവർ ഐ സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി ഇതിൻ്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എന്ത് വരും, അതായത് റൂട്ട് മീൻസ് ഇതിൻ്റെ സിംഗുലർ പോയിന്റ് ഏതൊക്കെ വരാം, ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന വാല്യൂ ഞാൻ പറഞ്ഞു. സെഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ഐ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അത് ചിലപ്പം എക്സാമിന് തരും, കൃത്യമായിട്ട് തരണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എ ഐ ആയതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ഐ ആണെങ്കിൽ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ എ ഐ എന്ന് പറയുന്ന വാല്യൂ എവിടെ ഉണ്ടാവുക, മുകളിലല്ലേ ഉണ്ടാവുക. എ ഐ എന്ന് പറയുന്നത് മുകളിൽ ഏതെങ്കിലും ഒരു, അപ്പോൾ എ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങ് എടുത്ത് നോക്കുക. എ ഈക്വൽ ടു 1, ഐ എവിടെ ഉണ്ടാവുക 1 ഇൻറ്റു ഐ അല്ലേ, ഐ എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ. സോ ജനറലായിട്ട് എ ഐ ലൈസ് അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പോൾ നമ്മൾ എന്തേ വേണ്ടു, എ ഐയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റെസിഡ്യൂ കണ്ടാൽ മതി. അപ്പോൾ റെസിഡ്യൂ കാണുന്നതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കുക, സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ആണ് റൂട്ട്. അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം, സെഡ് മൈനസ് എ ഐ ഇൻറ്റു സെഡ് പ്ലസ് എ ഐ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ, അപ്പോൾ നോക്ക് ഇതിൻ്റെ പവർ എത്രയാ, 1 ആണ്. സോ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി എഴുതാം, എ ഐ ഇസ് എ സിമ്പിൾ pole. Okay, so simple pole equation, limit z tends to ai, z minus ai into f of z. f of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e power i z by z square plus a square. ഇതിൽ z square plus a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z minus ai into z plus ai. z minus ai യും z minus ai യും ക്യാൻസൽ ചെയ്യുക. റിമൈനിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ എന്ത് അപ്ലൈ ചെയ്യാം, നമ്മൾ ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇ പവർ നോക്ക്, ഇ പവർ ഐ ഇൻറ്റു എ ഐ നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇ പവർ ഐ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ ഐ പ്ലസ് എ ഐ. ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഐ സ്ക്വയർ. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക, -1 ആണ്. സോ ഇ പവർ മൈനസ് എ ഡിവൈഡ് ബൈ 2ai. ഏതിൻ്റെ വാല്യൂ, റെസിഡ്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ റെസിഡ്യൂവിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് ദിസ് വാല്യൂ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഇതാ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി വെക്കാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2πi ഇൻറ്റു ദാറ്റ് വാല്യൂ. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ പവർ ഐ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 2πi ഇൻറ്റു, ഇവിടെ സം എടുക്കാനൊന്നുമില്ല, എ ഐ മാത്രമേ അപ്പർ ഹാഫിലുള്ളൂ, മൈനസ് എ ഐ എവിടെയാണ്, ലോവർ ഹാഫിലാണ്. സോ അവിടെ റെസിഡ്യൂ ഒന്നും കാണേണ്ട ആവശ്യമില്ല.
അപ്പോൾ എ ഐയിൽ റെസിഡ്യൂ കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഇ പവർ മൈനസ് എ ഡിവൈഡഡ് ബൈ 2ai. സിംപ്ലിഫൈ ചെയ്യുക, എയും 2ഉം ക്യാൻസൽ ചെയ്യാം, ഐയും ക്യാൻസൽ ചെയ്യാം, എന്ത് വരും? പൈ ഇൻറ്റു ഇ പവർ മൈനസ് എ ഡിവൈഡ് ബൈ എ. സോ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഇത് കണ്ടുപിടിക്കാനുള്ള അല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത്. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. ഇതെന്തിന് തുല്യമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? ഇതിന് തുല്യമാണ്. ഇനി നോക്ക്, ഇതിന്റെ വാല്യൂ ആണ് എന്ത്? പൈ ഇൻറ്റു ഇ പവർ മൈനസ് എ ബൈ എ. അതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഐ ഫാക്ടർ ഉണ്ടോ? ഐ ഫാക്ടർ ഇല്ല. 1ന്റെ റിയൽ പാർട്ട് എന്താ? 1 തന്നെ. കോൺസ്റ്റന്റിന്റെ റിയൽ പാർട്ട് എന്താ? റിയൽ കോൺസ്റ്റന്റിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ തന്നെയാണ്. അപ്പം പിന്നെ അതേ വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞതാണ്. സോ റിയൽ പാർട്ട് ഓഫ് പൈ ഇൻറ്റു ഇ പവർ മൈനസ് എ ബൈ എ. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് ഐ ഇല്ല, ഇവിടെ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ പ്ലസ് 0 ഇൻറ്റു ഐ. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. സോ 1/2 ഇൻറ്റു പൈ ഇൻറ്റു ഇ പവർ മൈനസ് എ ബൈ എ. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ പൈ ഇൻറ്റു ഇ പവർ മൈനസ് എ ബൈ 2 ഇൻറ്റു എ. ക്ലിയർ ആണല്ലോ? ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.